ഓക്കെ, ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ ബിസിനസ് എക്കണോമിക്സ് അത്യാവശ്യം കൊമേഴ്സ് പഠിച്ചവർക്കെല്ലാം ഒരു പേടി തോന്നിയ സബ്ജക്റ്റാണ്. എന്നാൽ യഥാർത്ഥ ബിസിനസ് എക്കണോമിക്സിൻ്റെ അത്രയും കടുപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കടുപ്പമില്ല. ബേസിക്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. സിമ്പിൾ സബ്ജക്റ്റാണ്. എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാനുണ്ട് താനും. അപ്പോൾ നമ്മുടെ മെയിൻ ഫോക്കസ് എപ്പോഴും പറയുന്ന പോലെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. ഒരു FAEGPയുടെ ബ്ലൂംസ് ടാക്സോണമി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നത്, ഡിഫറൻറ്റ് കൊഗ്നിറ്റീവ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ സിലബസിൽ നിന്ന് എന്നിങ്ങനെ പ്രതീക്ഷിക്കാം. പിന്നെ ബേസിക്കലി എന്താണ് ഈ സിലബസ് നമ്മൾ ഒരു അരമണിക്കൂറിൽ ജസ്റ്റ് 30 മിനിറ്റ്സിൽ ഒന്ന് ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എക്കണോമിക്സ്. എന്താണ് എക്കണോമിക്സിൻ്റെ നേച്ചർ എന്താണ്, മീനിങ് എന്താണ്, സ്കോപ്പ് എന്താണ്. മീനിങ് ഓഫ് എക്കണോമിക്സ് പല വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. +1 +2 ഒക്കെ തൊട്ട് പഠിക്കുന്ന കാര്യമാണ് അല്ലേ. പല മീനിങ്സ് ഉണ്ടല്ലേ. പലരും പറഞ്ഞ ഡെഫിനിഷൻസ് ഉണ്ട്. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേസിറ്റി ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഹാവ് സംതിങ് ഇൻ യുവർ മൈൻഡ്. ഒരു മിനിമം ഒരു ഉത്തരം കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എത്ര സ്മോൾ യൂണിറ്റ് ആയിക്കോട്ടെ, അത് എങ്ങനെ അവരുടെ റിസോഴ്സിനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ സ്കേസിറ്റി മറികടക്കുന്നു, എങ്ങനെ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ എക്കണോമിക്സിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. അതിനെ നമ്മൾ എക്കണോമിക്സിനെ മൈക്രോ എന്നും മാക്രോ എന്നും ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്താണ് ഈ മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്നത്? മൈക്രോ എക്കണോമിക്സ് പേര് പറയുന്ന പോലെ തന്നെ സ്മോൾ യൂണിറ്റിലേക്കാണ് നോക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ കാറ്റഗറി ഇൻസൈഡ് ദി ഹോൾ എന്ന് പറയുമ്പോൾ നേഷൻ ആണെങ്കിൽ ആ നേഷൻ്റെ അകത്തുള്ള ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഏരിയ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫേം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഹൗസ് ഹോൾഡ്, അങ്ങനെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ ഹോൾ ഇൻ എക്കോണമിയെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കോണമി. അപ്പോൾ മാക്രോ എന്തായിരിക്കും, പേര് പറയുന്ന പോലെ തന്നെ എന്തായിരിക്കും, ഹോൾ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കൺട്രി ആണെങ്കിൽ ആ കൺട്രിയുടെ ഹോൾ എക്കണോമിക്കൽ കണ്ടീഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതായിരിക്കും മാക്രോ എക്കണോമിക്സ് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് വേറെ, മാക്രോ എക്കണോമിക്സ് വേറെ. രണ്ടുപേരും ഡീൽ ചെയ്യുന്ന എന്തിനെക്കുറിച്ച് തന്നെയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ നീഡ്സും അതെങ്ങനെ നമ്മളെ കയ്യിലുള്ള റിസോഴ്സ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സിൽ. അത് ഓരോ ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റ് തലത്തിൽ പഠിച്ചാൽ അത് മൈക്രോ എക്കണോമിക്സ് ആയി. ഇൻ അഗ്രിഗേറ്റ് തലത്തിൽ, ഹ്യൂജ് തലത്തിൽ, ഹോൾ എന്നുള്ള രീതിക്ക് പഠിച്ചാൽ അത് എന്തായി, മാക്രോ എക്കണോമിക്സ് ആയി. പിന്നെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദ റോൾ ഓഫ് ബിസിനസ് എക്കണോമിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ബിസിനസ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് എക്കണോമിക്സും ബിസിനസ്സും കൂടെ ചേരുന്നതാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ എക്കണോമിക്സ് ഇൻ ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. ബിസിനസ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞ എക്കണോമിക് പ്രിൻസിപ്പിളിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണ്, അവിടെയാണ് നമ്മൾ ഈ ഡിമാൻഡ്, സപ്ലൈ, ഇലാസ്റ്റിസിറ്റി പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ തീരുമാനം എടുക്കുന്ന മുമ്പ്, നമ്മൾ ഒരു ബിസിനസ് തീരുമാനം എടുക്കുന്ന മുമ്പ് എക്കണോമിക്കലി എങ്ങനെ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഈ ബിസിനസ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു ബിസിനസ്, ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്റ്റഡാണ്, ഒരുപാട് ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പെട്രോൾ പമ്പ് റൺ ചെയ്യുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് തോന്നിയ വിധത്തിൽ എനിക്ക് എൻ്റെ പെട്രോളിന് വിലയിടാൻ പറ്റത്തില്ല. എനിക്ക് അവിടെ ഇൻ്റർനാഷണലി എന്ത് സംഭവിക്കുന്നു എന്നും, അതായത് നമ്മൾ ആ യുദ്ധം നടക്കുന്ന അവിടെ എന്ത് സംഭവിക്കുന്നു എന്നതിനെ തൊട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കുന്നു, എൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന പെട്രോൾ പമ്പ് എന്ത് വിലയിടുന്നു, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തിനാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഞാൻ എടുക്കുന്ന തീരുമാനത്തിന്, എൻ്റെ ബിസിനസ് എടുക്കുന്ന തീരുമാനത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അവിടെയാണ് ഈ ബിസിനസ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ ബിസിനസ്സിന് ഡിമാൻഡ് അറിയാതെ, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ അറിയാതെ, അല്ലെങ്കിൽ ക്രോസ് സെല്ലിങ്ങിനുള്ള ഓപ്ഷൻസിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ നമുക്ക് എന്തെടുക്കാൻ പറ്റത്തില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എക്കണോമിക് എന്ന് പറയുന്ന സാധനത്തിന് എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിസിനസ്സിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ കോർ ഐഡിയ. പിന്നെ കുറേയൊക്കെ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും, നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ളൊരു കോർ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു കച്ചവടം നടത്താം. ഓക്കെ, ഞാൻ എൻ്റെ കച്ചവടം നടത്താൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ റോഡ് സൈഡിലൊരു കട കെട്ടിയിട്ട് ഞാൻ അതിനെ വിറ്റു. എനിക്ക് അവിടെ നിന്ന് 1.5 ലക്ഷം രൂപ തിരിച്ച് കിട്ടി. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ സെയിൽസിലൂടെ കിട്ടിയ എമൗണ്ടാണ്. ഈ 1 ലക്ഷം രൂപ എനിക്കുണ്ടായ ചിലവാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 1 ലക്ഷം രൂപ ചിലവെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എന്തുണ്ട്, പിന്നെ ഞാൻ വാങ്ങിച്ച റോ മെറ്റീരിയലും വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനമുണ്ട്, പ്ലസ് ഞാൻ അവിടെ ചെറിയൊരു കട കെട്ടി, ആ കട കെട്ടിൻ്റെ ചിലവുണ്ട്, പ്ലസ് അങ്ങനെ എന്തൊക്കെ എനിക്ക് ഒരു മിനിമം ചിലവ് വന്നിട്ടുണ്ടോ അതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു,
അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് എനിക്ക് 1 ലക്ഷം രൂപ ചിലവെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ സാധനം വിറ്റു, എനിക്ക് എത്ര ലാഭം കിട്ടി? 50,000 രൂപ ലാഭം കിട്ടി. ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പ്രോഫിറ്റ്. നമ്മൾ പൊതുവേ കണ്ടെത്തുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. എന്നാൽ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി നീ കൺസിഡർ ചെയ്യണം. നിൻ്റെ ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, നമുക്ക് യഥാർത്ഥത്തിൽ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലവായിട്ടില്ല എന്ന് തോന്നുന്ന ചില ചിലവുകളുണ്ട്. ഇതേ കേസിൽ തന്നെ ആലോചിച്ച് നോക്കിയിടാ, അവിടെ 1 ലക്ഷം രൂപയ്ക്ക് എത്ര രൂപയുടെ സാധനം വാങ്ങിച്ച് ഈ കട കെട്ടി ഇത്രയും ചിലവാക്കിയ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ തന്നെയാണ് എന്ത് ചെയ്തേ, ആ സ്ഥലത്ത് നിന്ന് വിറ്റത്. അതിന് പകരം ഞാൻ അവിടെ എന്ത് ചെയ്തിരുന്നെങ്കിൽ, വേറൊരു ജോലിക്കാരനെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവന് ഞാൻ എന്ത് കൊടുക്കണം? ശമ്പളം കൊടുക്കണ്ടേ? അപ്പോൾ അവന് പകരം നിന്ന് എനിക്കെന്താ അവിടെ ശമ്പളം വേണ്ടേ? ഉറപ്പായിട്ടും വേണം അല്ലേ? മീൻസ് ഐ ഡിസേർവ് ദാറ്റ്. ആ എക്സ്പെൻസ് എൻ്റെ ബിസിനസ്സിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ 1,50,000 സെയിൽ നടത്തി 1 ലക്ഷമേ ചിലവുള്ളൂ എന്ന് പറയാതെ ഈ 1 ലക്ഷത്തിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം. അവിടെ ഒരാൾ നിന്നിരുന്നുവെങ്കിൽ അയാൾക്ക് എത്ര ശമ്പളം കൊടുക്കുമായിരുന്നു? ഫോർ എക്സാമ്പിൾ 15,000 കൊടുക്കുമായിരുന്നു വിചാരിച്ചാൽ, അപ്പോൾ ആ 15,000 പോയിട്ട് ബാക്കിയുള്ള 35,000 മാത്രമാണ് എന്തെന്ന് പറയുന്നത്, എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. എന്തും കൂടെ കൺസിഡർ ചെയ്യും. പോസിബിൾ ചിലവുകൾ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നൊക്കെ പറയാം. ലെറ്റ് ഇറ്റ് ബി. നിങ്ങൾ ഏത് തലത്തിലാണ് അറിവ് നേടി വെച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു നിർത്താണ്. വരാൻ സാധ്യതയുള്ള ചിലവുകളും കൂടെ നമ്മൾ എന്ത് ചെയ്യും? എക്കണോമിക് പ്രോഫിറ്റിന് മുമ്പ് കണ്ടെത്തും. അപ്പോൾ ആഫ്റ്റർ കൺസിഡറിങ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്കണോമിക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതാണ് റിയൽ പ്രോഫിറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. കാര്യം മാക്സിമം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പബ്ലിക് ഗുഡ്സ് ആൻഡ് എക്കണോമിക് റോൾ ഓഫ് ഗവൺമെൻറ് വലിയ കഥയില്ല. ബിസിനസ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കും. വർഷങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമ്പം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത്, സോറി കേട്ടോ. കാര്യം നമ്മൾ ഈ പല കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വർഷങ്ങളായിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞത്. മൈക്രോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്. ഒരുപാട് സബ്ജക്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു സാധനമാണ് ബിസിനസ് സൈക്കിളും അതിൻ്റെ ഫേസസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബിസിനസ്സും എന്താ ഇങ്ങനെ ഒരു സാധനത്തിലൂടെ ഇങ്ങനെ പൊക്കിയിട്ടിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് എല്ലാ ബിസിനസ്സിനും എന്ത് കാണും? ഒരു ലോ പോയിൻ്റ് കാണും, ലീസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റ് കാണും, ട്രഫ് എന്നാണ് പറയുന്നത്. ഈ ലോ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും? ബിസിനസ് പയ്യെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് ഈ ബിസിനസ് എവിടെ എത്തും? അവരുടെ പീക്കിലെത്തും. പീക്ക് മീൻസ് എത്താൻ പറ്റുന്ന അത്രയും ഉയരത്തിലെത്തും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങും? എക്സ്പാൻഷൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൺട്രാഡിക്ഷൻ നടക്കാൻ തുടങ്ങും. ബിസിനസ് നഷ്ടത്തിലേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ ഒരു ട്രഫ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വീണ്ടും എത്തുന്നു, പിന്നെയും കയറുന്നു. ഇങ്ങനെ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ടിരിക്കും? മൂവ് ചെയ്തിട്ടിരിക്കും. ഒരു ലോകത്ത് ഒരു ബിസിനസ്സും എന്ത് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും ഒരേപോലെ നല്ല ഇൻകം ഉണ്ടാക്കി റവന്യൂ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിൽക്കത്തില്ല. ഇറ്റ് കീപ്സ് മൂവിങ് ലൈക്ക് ദിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഈ മൈക്രോ എന്താണ്, ബിസിനസ് എക്കണോമിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അക്കൗണ്ടിങ് ആൻഡ് എക്കണോമിക് പ്രോഫിറ്റ് എന്താണ്, ബിസിനസ് സൈക്കിൾ എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് അറിഞ്ഞ് വെച്ചേക്കുക. ബട്ട് ഐ റിപ്പീറ്റ്, നമ്മളിത് FAUP എക്സാമാണ് എഴുതാൻ പോകുന്നത്. ഡയറക്റ്റ് ചോദ്യങ്ങൾ വരാം. അതായത് നമുക്ക് ഡിഫറെൻറ്റ് കോഗ്നിറ്റീവ് ലെവലുള്ളതിൽ എന്തുണ്ട്? ഈ പറഞ്ഞ പോലെ റിമെമ്പർ, എഗ്രി, റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് കോഗ്നിറ്റീവ് ലെവൽസ് ഉണ്ടാവും. അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പക്ഷേ വി ഹാവ് സം അതർ ലെവൽസ് ഓഫ് കോഗ്നിറ്റീവ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾസോ. അതുകൊണ്ട് അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തും കൂടെ നോക്കണം. അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നൊരു ഐഡിയയും കൂടെ മനസ്സിൽ വേണം. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഉദാഹരണം തന്നെ ചോദ്യമായിട്ട് വന്നേക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ തന്നിട്ടുള്ള ഒരു അപ്ലൈ തലത്തിലുള്ള ഒരു എന്താ പറയുക, എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ഓതർ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ വായിക്കുകയാണ്. യൂസിങ് എ റിയൽ ലൈഫ് ബിസിനസ് എക്സാമ്പിൾ അപ്ലൈ ദ ഐഡിയ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ടു ഷോ ഹൗ എക്കണോമിക് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. കണ്ടില്ലേ, ഇത് നമ്മുടെ ഓതർ തന്ന ക്വസ്റ്റ്യനാണ്. ഇത് തന്നെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കും. കാര്യം ഒരുപാട് ബുക്കുകളൊന്നുമില്ല, ഈ റെഫറൻസ് തരുന്ന ഒരുപാട് ബുക്കുകളൊന്നും ഇല്ല FAUP. അതുകൊണ്ട് എന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ വൈക്കമേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കാം റെഫർ ചെയ്യുന്നത്. എങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ അവിടെയൊക്കെ കണ്ടുവന്ന് പോരാ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഒരു റിയൽ ലൈഫ് ബിസിനസ്സിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട്, ഒരു എക്സാമ്പിളായിട്ടൊരു ബിസിനസ് പറഞ്ഞുകൊണ്ട് എക്കണോമിക് പ്രോഫിറ്റ് എന്താണെന്നൊന്ന് പറയാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെയാണ് എക്കണോമിക് പ്രോഫിറ്റ് അകത്ത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ സാധനം വിൽക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തില്ല? വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു തൊഴിലാളിയുടെ എമൗണ്ട് നമ്മൾ കുറച്ചില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? എക്കണോമിക് പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ എമൗണ്ടോട് കുറച്ചിട്ടേ നമ്മൾ പ്രോഫിറ്റ് പറയത്തുള്ളൂ. ഇതാണ് ആ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പിലായിരിക്കാം ചോദ്യങ്ങൾ വരുന്നത്, ഡയറക്റ്റ് ആയിരിക്കത്തില്ല.
ഇത് ഇപ്പോൾ അപ്ലൈ എന്ന് പറയുമ്പോൾ നീ പഠിച്ച കാര്യം നിനക്ക് വേണ്ടെടുത്ത് പ്രയോജനപ്പെടുത്താൻ അറിയണം, ഉപയോഗിക്കാൻ അറിയണം എന്നാണ് അവരവിടെ ഇൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്ലീസ് ഹാവ് ദാറ്റ് ഇൻ എ മൈൻഡ്. വേറൊരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, ഇവാലുവേറ്റ് വെദർ എക്കണോമിക് പ്രോഫിറ്റ് ഈസ് ബെറ്റർ ദാൻ ബിസിനസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. എക്കണോമിക് പ്രോഫിറ്റ് ആണോ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണോ നല്ലത്, എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അതിന് ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുക. അത്ര ഡിഫറൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. ബട്ട് അവർ ഒന്ന് വഴിതെറ്റിച്ച് ചോദിക്കുന്നത്, അത് പഠിച്ച് കാര്യം മനസ്സിലാക്കി വേണ്ടെടുത്ത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരുത്തനാണ് ഈ ഉത്തരം എഴുതുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദ്യം വരുന്നത്. ഞാൻ ഒരുപാട് ഡെപ്തിലേക്ക് അവിടെ പോകുന്നില്ല. അപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല എന്ത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഹാവ് ദാറ്റ് ഇൻ എ മൈൻഡ്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാണ്. ദ തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, ഞാൻ ഒരുപാട് കാര്യം പറയാൻ നിൽക്കുന്നില്ല. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ പറയാൻ നിന്ന് അരമണിക്കൂറൊന്നും തികയത്തില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ്, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. പലപ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വലിയ ചോദിച്ച് കണ്ടില്ല. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അത്രയും ചോദിച്ച് കണ്ടിട്ടില്ല. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടിട്ടില്ല. ബട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഓക്കെ ഫൈൻ. ബട്ട് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഉറപ്പായിട്ട് അറിഞ്ഞേക്കുക. വർഷങ്ങളായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നൊരു ചോദ്യമാണ്. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ലോ ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ബിസിനസ്, അത് റിയാലിറ്റിയാണ്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം. നമ്മൾ അതിൻ്റെ എക്സാമ്പിളൊക്കെ പറയുന്നുണ്ടോ, ഒന്ന് നോക്കിയാൽ നല്ല കാര്യം. ഇറങ്ങും കൊണ്ടല്ല, അറിയാമല്ലോ നമ്മൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് പഠിച്ച കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ അറിയാമോ എന്നുള്ള രീതിക്കാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബട്ട് ഇത് വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു റിപ്പീറ്റഡ് ആണ്. അതുകൊണ്ട് അതൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാം വ്യൂവിൽ നോക്കുന്നുണ്ട്, അതൊക്കെ ഇരുന്ന് പറയാനുള്ള സമയമില്ല. പ്രതീക്ഷിക്കാവുന്നൊരു ടൈപ്പ് ഓഫ് ചോദ്യം ഞാൻ പറയാണ്. വീണ്ടും ഞാൻ എൻ്റെ ഓതർ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഫേംസ് വെൻ സെറ്റിംഗ് ദ പ്രൈസ് ഓഫ് എ ന്യൂലി ലോഞ്ച് പ്രൊഡക്റ്റ്. പുതുതായിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റിൻ്റെ ഇലാസ്റ്റിസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലേ? ഇലാസ്റ്റിസിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ചോദിക്കുന്നത്. ന്യൂലി ലോഞ്ച്ഡ് പ്രൊഡക്റ്റുകളാണെങ്കിൽ നമ്മളതിന് പ്രൈസിങ് കൊടുക്കുന്നതിന് എന്തുണ്ട്, 2 മെത്തേഡുണ്ട്. എന്താണത്? പ്രൈസ് സ്കിമ്മിങ്ങും പെനിട്രേറ്റിംഗ് പ്രൈസിങ്, അല്ലേ? ഈ 2 പ്രൈസിങ് പറയുമ്പോഴും ഇലാസ്റ്റിസിറ്റി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു എന്ന് പറയാം. കാര്യം ഒരു സാധനം ഇന്നിലാസ്റ്റിക്കാണ്, അതിനെന്തില്ല, അതിൻ്റെ പ്രൈസ് നമ്മൾ കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല എന്നുള്ളതാണല്ലോ നമ്മൾ ഇന്നിലാസ്റ്റിക് എന്നതുകൊണ്ട് ചെയ്യും. പ്രൈസ് ഇന്നിലാസ്റ്റിക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതാണല്ലോ. അതായത് പ്രൈസ് കൂടുന്നതും കുറയുന്നതും അതിൻ്റെ ഡിമാൻഡിനെ വലുതായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് സ്കിമ്മിങ് യൂസ് ചെയ്യാം. അതായത് എന്താണ്, നമുക്ക് ഹ്യൂജ് പ്രൈസ് ആദ്യം വയ്ക്കാം, വലിയ പ്രശ്നമില്ല. പിന്നീട് പ്രൈസ് കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഇനി ഈ ഭയങ്കര ഇലാസ്റ്റിക്കാണ്, അതായത് പ്രൈസ് സെൻസിറ്റീവാണ്. പ്രൈസ് എന്ത് ചെയ്യുന്നു, കൂട്ടിയാൽ നമ്മുടെ ഡിമാൻഡ് കുറയും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പെനിട്രേറ്റിംഗ് പ്രൈസിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ നമുക്ക് മാർക്കറ്റിലൊന്ന് പെനിട്രേറ്റ് ചെയ്ത് വരണം. നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് ഒരുപാട് കുറച്ച് വെച്ചിട്ട് പയ്യെ കൂട്ടി വരാം. അവിടെ നമുക്ക് എന്താണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് നോക്കിയിട്ടാണ് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് എന്തുമാത്രം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ പ്രൈസ് സെറ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇത് ഈ പറഞ്ഞ 2 കാര്യങ്ങളും അറിയാമെന്നുള്ളവൻ, അത് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെ കൊടുക്കണമെന്നും അറിഞ്ഞേക്കണം. പിന്നെ നമ്മൾ എന്തും അറിഞ്ഞേക്കണം, ഇലാസ്റ്റിസിറ്റീൻ്റെ ഒരു ഫീച്ചർ അറിഞ്ഞേക്കണം. ഇത് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടേൺ ടു ഫാക്ടേഴ്സ്, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, അതൊക്കെ കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കേർവ്സ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആവറേജ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കേർവ് ഉണ്ടല്ലോ, കേർവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സ് ഓഫ് സ്കെയിലും വലിയ കുഴപ്പമില്ല. ബട്ട് ഈ 2 ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കുക. സ്റ്റിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. എങ്ങനെയെങ്കിലും തിരിച്ചു മറിച്ചൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന സാധനമാണ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓരോ ടൈപ്പ് ഓഫ് മാർക്കറ്റും ഒന്ന് അറിഞ്ഞേക്കുക. എന്താണ് പെർഫെക്റ്റ് മാർക്കറ്റ്? പറ്റുമെങ്കിൽ ഒരു പുസ്തകം അല്ലെങ്കിൽ കുറച്ച് പേപ്പേഴ്സ് ഇതിനു വേണ്ടി മാറ്റി വെച്ച് പഠിക്കേണ്ട സാധനമാണ്. പെർഫെക്റ്റ് മാർക്കറ്റ് എന്താണ്, ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, മൊണോപ്പൊളി എന്താണ്,
പിന്നെ 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 എന്തുണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒലിഗോപ്പൊളി എന്ന് വെച്ചാൽ എന്താണ് അവസ്ഥ, ഓരോ അവസ്ഥയും ഇത് നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ വെറും എന്താ പറയുക, ഒരു ആവശ്യമില്ലാതെ മറ്റേ അസംഷനും കാര്യങ്ങളും പഠിക്കുന്നില്ല. എൻ്റെ പൊന്നു മക്കളെ, ഒരിക്കലും അങ്ങനെയല്ല. റിയാലിറ്റി, പക്ക റിയാലിറ്റിയാണ്. പക്ഷെ നമ്മൾ പലതും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് പലതും മനസ്സിലാവാത്തത്. ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞതിൻ്റെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കുക. അതൊക്കെ റിയാലിറ്റിയിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? പെർഫെക്റ്റ് മാർക്കറ്റ് പഠിക്കുന്ന തീരെ തന്നെ പറയുന്നത് 100% അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ ഇതെന്താണ്, ഇംപ്രാക്ടിക്കലാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം ഈ ചന്തകൾ അല്ലേ, ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന സ്ഥലങ്ങൾ എന്താണ്, ഒരുവിധം പെർഫെക്റ്റ് മാർക്കറ്റ് ആണെന്ന് നമുക്ക് പറയാം. കാര്യം എന്തുകൊണ്ട്, ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്, ആരും റെസ്ട്രിക്റ്റഡ് അല്ല. പിന്നെ എന്താ പറയുക, കുറച്ച് സെല്ലേഴ്സേ കാണത്തുള്ളൂ. പിന്നെ ഇവരെല്ലാം വിൽക്കുന്ന ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് ആണ്. ഒരാളുടെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് മറ്റേ ആളിനെ ബാധിക്കുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് എല്ലാവരും മാക്സിമം ഒരേ ലെവലിൽ വിൽക്കാൻ നോക്കും. ഇതൊക്കെ പെർഫെക്റ്റ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. ഇതൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. പിന്നെ ഈ പറഞ്ഞ മൊണോപ്പൊളി ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മൊണോപ്പൊളി. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ട്, ഇന്ത്യൻ റെയിൽവേസ് ഉണ്ട്. അല്ലാതെ വേറെ ആർക്കെങ്കിലും റെയിൽവേ ഉണ്ടോ? ആർക്ക് റെയിൽവേ ഇല്ല അല്ലേ? അപ്പോൾ റെയിൽവേ എന്ന് പറയുന്നതിനകത്ത് ആര് മൊണോപ്പൊളി എൻജോയ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പിന്നെ ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്യുന്നുണ്ട്? മൊണോപ്പൊളി എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് തീരുമാനിക്കാം. ഇന്ത്യൻ റെയിൽവേ പൈസ കൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലല്ലോ, വേറൊരു ട്രെയിൻ നമുക്കില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ബസ് കയറി പോവുമായിരിക്കും, എന്നാൽ ഇതേ സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് എന്തുണ്ട് മൊണോപ്പൊളിക്ക് വരുന്നുണ്ട്. അതുപോലെ ഒന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ചിന്തിക്കുന്നു വേണ്ട, ഗൂഗിളിനോട് ചോദിക്കുക, റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഓഫ് ഇന്ന മാർക്കറ്റ് ചോദിക്കുക, ഒരുപാട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് റിയാലിറ്റിയാണെന്ന് മനസ്സിലാവും. ഈ റിയാലിറ്റി പഠിക്കണമെന്ന് പറഞ്ഞത് ഫോർ ഇയർ എക്സാംസ് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ അല്ലേ? നിങ്ങൾക്കറിയാം വരാൻ പോകുന്ന ചോദ്യങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഞാൻ നമ്മുടെ ഓതർ പറഞ്ഞ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവാലുവേറ്റ് വെദർ മോണോപോളീസ് ആർ ഓൾവേസ് ഹാംഫുൾ ഫോർ കൺസ്യൂമേഴ്സ് കൺസിഡറിങ് ബോത്ത് എഫിഷ്യൻസി ലോസസ് ആൻഡ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്. ഓക്കെ, വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ അതെന്തോ മോശമായ കാര്യം എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ ചോദ്യം ഇതാണ്, മൊണോപ്പൊളി എപ്പോഴും ദോഷകരമാണോ? മൊണോപ്പൊളി കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന അവസ്ഥയുണ്ടോ? കണ്ടേ, നിങ്ങൾക്ക് മൊണോപ്പൊളി എന്താണെന്ന് അറിയാമോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം. കണ്ടില്ലേ, ഇത് ഇവാലുവേറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ലെവലിൽ വരുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ എന്താ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഈ മൊണോപ്പൊളി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഉത്തരം വേണം. ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ് മൊണോപ്പൊളി എന്ന് പറയാൻ അറിഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതിലൊന്നും കഥയില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ പ്രതീക്ഷിക്കുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയപ്പോൾ മൊണോപ്പൊളി എന്നൊരു വാക്ക് കണ്ടു, മൊണോപ്പൊളിയെ പറ്റി അറിയാമെന്നുള്ളവരെ എഴുതി വയ്ക്കുക. അത് തന്നെയാണ് അവരും ചോദിക്കുന്നത്. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് FAEJP പരീക്ഷയ്ക്കകത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. 5ാമത്തെ മൊഡ്യൂൾ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ എനിക്കറിയാം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ടൈമില്ലാത്തതുകൊണ്ടാണ്. നിന്ന് പടം വരച്ച് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മാത്രം ഒരു വീഡിയോ കിട്ടില്ല. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് പരീക്ഷയ്ക്കകത്ത് ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ് മനസ്സിനകത്ത് വേണം. ഡിഫറെൻറ്റ് കോഗ്നിറ്റീവ് ലെവൽസിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഒരു ഫേസ് ചെയ്യാനുള്ള ഒരു കഥ, ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, ഒരു കഥ പോലെ പറയാനുള്ള ഒരു സാധനം തലയ്ക്കകത്ത് വേണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ ലിമിറ്റഡ് ആണ്. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ലെവലിൽ മാത്രം. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ പഠിച്ചതിനെ, ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ എടുത്ത് അപ്ലൈ ചെയ്യൂ എന്നുള്ള രീതിക്ക് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക, എന്തുണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.